ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് തോന്നിയേക്കാം, പക്ഷേ ശരിക്കും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, കുറച്ച് സസ്പെൻസ് ഉണ്ട്. ഒന്നുമില്ല, നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡോക്ടർക്ക് എത്ര ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് അവർക്ക് എത്ര ഡിഗ്രീസ് ഉണ്ട്, എത്ര വാല്യൂകൾ ഉണ്ടെന്ന് നോക്കാറുണ്ട്, എക്സ്പീരിയൻസ് എത്ര ഉണ്ടെന്ന് നോക്കാറുണ്ട്, ആ ഡോക്ടർ ഇത് കോളേജിൽ നിന്ന് പഠിച്ചതല്ല എവിടെ നിന്നാണ് പഠിച്ചതെന്ന് നോക്കാറുണ്ട്. അതുപോലെ തന്നെ ആ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസൊക്കെ എന്താ പറയുക, ഡിസീസ് ഫ്രീ ആകാറുണ്ടോ, അസുഖങ്ങളൊക്കെ മാറാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു മരുന്ന് വാങ്ങുന്നതിന് മുമ്പ് അത് നല്ല കമ്പനിയുടെ മെഡിസിൻ ആണോ, അതുകൊണ്ട് പ്രയോജനങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ. പക്ഷെ എപ്പോഴെങ്കിലും ആസ് എ പേഷ്യൻറ്റ് ഒരു രോഗിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു പേഷ്യൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. ആയുർവേദം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പറഞ്ഞു തരട്ടെ. ആഢ്യോ രോഗി ഭിഷക് വശ്യോ ജ്ഞാപക സത്വാനപി എന്നതാണ് ഒരു രോഗിയുടെ ക്വാളിറ്റീസ്. ഒന്നും മനസ്സിലായില്ലല്ലേ? സംസ്കൃതമല്ലേ ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ചാൽ അത് മലയാളത്തിൽ പിടിച്ചോ. ആഢ്യോ രോഗി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി നിങ്ങൾ കേപ്പബിൾ ആണോ എന്നാണ് നോക്കുന്നത്. ലൈക്ക് റിച്ച് എന്നുള്ളതാണ് ആഢ്യ എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങൾ കോടീശ്വരനാണോ അല്ലെങ്കിൽ ലക്ഷപ്രഭുവാണോ എന്നൊന്നുമല്ല. പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും അഫോർഡ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവണമെങ്കിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഭിഷക് വശ്യ. രോഗി ഭിഷക് വശ്യനായിരിക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് കേൾക്കണം. വെറുതെ കേട്ടാൽ പോരാ, അനുസരിക്കണം. ഇതില്ലാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ്സിന് എന്ത് പറ്റുന്നത്, അത് അതിൻ്റെ കംപ്ലീറ്റ് സക്സസ്സിലേക്ക് എത്താണ്ട് പോകുന്നത്. ഒരു ഡോക്ടർ, അതിപ്പോൾ ഏത് ഡോക്ടർ ആയിക്കോട്ടെ, ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആ രോഗിയുടെ കണ്ടീഷൻസും ഒക്കെ നോക്കിയിട്ട് ആളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അങ്ങനെയാണ് നമ്മളൊരു കാര്യം നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അതിൽ ചിലപ്പോൾ മെഡിസിൻസ് ഉണ്ടാവും, എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചേർന്നല്ലേ ഒരു ഡോക്ടർ പ്ലാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തോന്നിയവാസത്തിന് തോന്നുന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ ആ രോഗം മാറിയില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ബ്ലെയിം ചെയ്യുന്നത് ശരിയാണ്? അല്ല. ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ ഒരു രോഗി തയ്യാറായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ പിന്നെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം, നമ്മളിങ്ങനെ കാണുന്നു, അത് കഴിയുമ്പോൾ നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. അതൊരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇന്നൊരു സാധനത്തിൻ്റെ ഒപ്പം കഴിക്കണമെന്നൊക്കെ നമ്മൾ പറയും. മറ്റുള്ള മെഡിക്കൽ സയൻസസിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല, പക്ഷേ നമ്മളുടെ ആയുർവേദത്തിൽ ഒരു മരുന്നിനെ പറ്റി പറയുമ്പോൾ ആ മരുന്ന് നിങ്ങൾ കഴിക്കുന്ന അളവ്, അത് എന്ത് മീഡിയത്തിലാണ് നിങ്ങൾ കഴിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങൾ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴിക്കാൻ പറയും, ചില കാര്യങ്ങൾ നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറയും, അല്ലെങ്കിൽ എണ്ണകൾ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറയും. മറ്റേതെങ്കിലും ക്യാപ്സ്യൂൾസ് അതിൻ്റെ അകത്ത് ചിലപ്പോൾ വേറെ കണ്ടൻസ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല എന്തെങ്കിലും ചൂർണ്ണങ്ങൾ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറയും അല്ലേ. അങ്ങനെ എന്ത് മീഡിയത്തിൻ്റെ കൂടെയാണോ നിങ്ങളത് എടുക്കുന്നത് അത്. പിന്നെ അത് നിങ്ങൾ കഴിക്കുന്ന സമയം, ലൈക്ക് എംപ്റ്റി സ്റ്റമക്കാണോ, അതായത് രാവിലെ വെറും വയറ്റിലാണോ, ഭക്ഷണത്തിന് മുമ്പാണോ, ചിലപ്പോൾ ഭക്ഷണത്തിന് ഇടയിലായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് കഴിക്കുന്ന ഒരു ഉരുളയുടെ ഒപ്പം കഴിക്കാനായിരിക്കും പറയുന്നത്, അതുപോലെ ചിലപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാനായിരിക്കും പറയുന്നത്. ഈ പറയുന്ന ടൈം, ഇപ്പം മെഡിസിൻ കഴിക്കുന്ന അളവ്, അത് എന്തിൻ്റെ ഒപ്പമാണ് കഴിക്കുന്നത്, കഴിക്കുന്ന ടൈം എപ്പോഴാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഒപ്പം ചില വദ്യങ്ങൾ പറയും. അതിൽ എപ്പോഴുള്ളൊരു മിസ്കോൺസെപ്റ്റാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്, ആയുർവേദം നോൺ വെജിറ്റേറിയനെതിരാണിത്. വളരെ റോങ് ആണ്. ഇപ്പോൾ ആയുർവേദം ഒരിക്കലും നോൺ വെജിനെതിരൊന്നുമല്ല, നമ്മൾ നോൺ വെജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തിനനുസരിച്ചോ ആയിരിക്കും ചിലപ്പോൾ ഒഴിവാക്കാൻ പറയുന്നത്. പിന്നെ പരക്കെയുള്ളൊരു ധാരണയാണ് മരുന്ന് കഴിക്കുമ്പോൾ, കഷായം കുടിക്കുമ്പോൾ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, വേറെ എന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ എരിവും പൊടി ഒഴിവാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഡയറ്ററി റെസ്ട്രിക്ഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ടാവും, ചില കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പറയും. അപ്പം ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ആ മരുന്നിന് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. നിങ്ങൾക്കത് കറക്റ്റ് കണ്ടീഷൻ അനുസരിച്ച് അറിയില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഓവർ ദ കൗണ്ടറായിട്ട് പോയിട്ട് ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചാൽ അവിടെ നിൽക്കുന്നവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നില്ല. അപ്പോൾ ഈ ഓരോ മരുന്നും, അത് നമ്മളുടെ ഒരു മെഡിസിൻ്റെ ബെനിഫിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ രോഗങ്ങളത് ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. അല്ലാണ്ട് നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ മെഡിസിൻ അലോപ്പതിയിൽ പറയുന്ന പോലെ അത് ഇന്ന അസുഖത്തിന് മാത്രം നല്ല, നമുക്ക് കുറേ അസുഖങ്ങൾക്ക് വൈഡ് റേഞ്ച് ആയിരിക്കും. പക്ഷേ ഇതിങ്ങനെ യൂസ് ചെയ്യേണ്ടുന്ന ടൈം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എന്തിൻ്റെ ഒപ്പമാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളനുസരിച്ചാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാറുന്നത്.
അത് നിങ്ങൾക്കറിയില്ലല്ലോ, അതറിയാവുന്നവരല്ലേ നിങ്ങൾക്കത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആ മെഡിസിൻ എടുക്കാനായിട്ട്. അതെല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ ഭിഷക് വശ എന്ന പോയിന്റ് പറയുന്നത്. ചില പേഷ്യൻസ് ഉണ്ടാവും നമ്മളുടെ അടുത്ത് വരും, നമ്മൾ കാണും എന്നൊക്കെ പറയും. ഇപ്പോൾ നെക്സ്റ്റ് ഫോളോ അപ്പിന് വരുമല്ലോ, അപ്പോൾ പറയും ഒന്നും മാറുന്നില്ലല്ലോ, അല്ലെങ്കിൽ കുറയുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ മെഡിസിൻ കഴിച്ചു? ഇല്ല, അത് കഷായമല്ലേ, അപ്പോൾ കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ കഷായത്തിൻ്റെ കുപ്പിയൊന്നും പൊട്ടിച്ചിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ, അത് കഴിച്ച് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. കഷായമാണല്ലോ അപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞത് കഴിക്കില്ല. അരിഷ്ടമല്ലേ, അത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഗുളിക അതും ഞാൻ കഴിച്ചില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തായിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് രോഗം മാറേണ്ടത്? നമ്മളുടെ കയ്യിൽ മാജിക് മാലുവിൻ്റെ കയ്യിലുള്ള പോലത്തെ സ്റ്റിക്കൊന്നും ഇല്ലല്ലോ ജീം ബൂമ്പ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് അസുഖം മാറില്ല. അതിനിപ്പോൾ ഡോക്ടറെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ജ്ഞാപകം എന്ന് പറയുന്നത് നല്ല മെമ്മറി വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഇപ്പം മരുന്ന് ഈ സമയത്താണ് മരുന്ന് കഴിക്കേണ്ടത്, ഇപ്പം നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ദിവസം വന്ന് നമ്മളെ കാണണം, അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. ആ ഓർമ്മശക്തിയാണ് ജ്ഞാപകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു മെമ്മറി ഉണ്ടായിരിക്കണം ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ. ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ സത്വവാൻ, അതായത് നിങ്ങളുടെ ഒരു എബിലിറ്റിയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ആ മെഡിസിൻ എടുക്കാനും, ചിലപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റിനും അതുപോലെ മെഡിസിൻസിനും ഒരു പെർട്ടിക്കുലർ പൊട്ടൻസി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കേപ്പബിൾ ആണോ എന്നുള്ളതാണ് സത്വവാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും കൂടി. അതാണ് സത്വം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മെൻ്റലി നിങ്ങൾക്കതിന് പറ്റുന്നുണ്ടോ, ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യണം, അത് നല്ല സത്വമുള്ള, അതായത് നമുക്ക് നമ്മളെ തന്നെ ഒരു കൺട്രോൾ ഉള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അതാണ് സത്വവാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, ഒരു രോഗിക്ക് ഇത്രയേറെ ക്വാളിറ്റീസ് വേണം. ഇങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിലാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഈസി ആവുന്നതും നിങ്ങളുടെ അസുഖം പെട്ടെന്ന് മാറുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഡോക്ടറെ കാണാൻ പോകുമ്പോഴെങ്കിലും നിങ്ങളൊരു പേഷ്യൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക. എങ്കിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്